പാസ്റ്റോസിലേക്ക് ഏവർക്കും സ്വാഗതം. മുംബൈ ഉപനഗരമായ ഡോംബിവിലിയിൽ വ്യവസായ മേഖലയിലെ രാസ ഫാക്ടറിയിലുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 11 പേർ മരണപ്പെട്ടു. 100ലധികം പേർക്ക് പരിക്ക്. ഏതാനും പേരുടെ നില ഗുരുതരം. രാവിലെ 11:30 മണിയോടെയാണ് സ്ഫോടനം നടന്നത്. ഫാക്ടറിയിലും പരിസര പ്രദേശങ്ങളിലുമായി ഏകദേശം 100ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഡോംബിവിലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രാസ ഫാക്ടറിയുടെ ഫേസ് 2 വിഭാഗത്തിലാണ് സ്ഫോടനമുണ്ടായതെന്ന് പരിസരവാസികൾ പറഞ്ഞു. പൊട്ടിത്തെറിയുടെ ആഘാതം ഏതാണ്ട് 4-5 കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചതാണ് പരിഭ്രാന്തി പടർത്തിയത്. ഭൂമികുലുക്കത്തിന് സമാനമായ പ്രകമ്പനത്തിൽ പരിസരവാസികൾ എന്താണ് സംഭവിച്ചതെന്നറിയാതെ വീട് വിട്ട് ഇറങ്ങി ഓടുകയായിരുന്നു. പല വീടുകളുടെയും വ്യാപാര കേന്ദ്രങ്ങളുടെയും ഗ്ലാസ് പാനലുകൾ പൊട്ടിത്തെറിച്ച് നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചു. മലയാളികളടക്കം ലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് മുംബൈയുടെ ഉപനഗരമായ ഡോംബിവിലി. കാലപ്പഴക്കം ചെന്ന യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാത്ത ഇത്തരം ഫാക്ടറികൾ പൂട്ടിക്കെട്ടേണ്ട സമയമായെന്ന് പ്രദേശവാസികൾ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഇനിയൊരു വിപത്തിനായി കാത്തുനിൽക്കാതെ വേണ്ടപ്പെട്ട അധികാരികൾ ഇവരുടെ വിലാപങ്ങൾക്ക് കാതോർക്കണം. സരിത നായർ തന്നെ അറിയില്ലെന്ന് പറഞ്ഞതാണ് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമെന്ന് സൂര്യ കൃഷ്ണമൂർത്തി. സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മറുനാടൻ മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവാദ വെളിപ്പെടുത്തലുകളിലൂടെ നിരവധി പ്രമുഖരുടെ ഉറക്കം കെടുത്തിയ സരിത എസ് നായർ സൂര്യ കൃഷ്ണമൂർത്തിയെ അറിയില്ലെന്ന് പറഞ്ഞതിനോട് പ്രതികരിച്ച് സംസാരിക്കുകയായിരുന്നു കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ. അവരോട് ആരോട് ചോദിച്ചു, സൂര്യ കൃഷ്ണമൂർത്തി അറിയാമോ എന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ. സാമൂഹിക പ്രവർത്തക ദയാബായ് മുഖ്യാതിഥിയായ സെമിനാറിൽ മുംബൈയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ഭീന തമ്പി, പ്രിയ വർഗീസ്, കൂടാതെ സിസ്റ്റർ ലൂസി തുടങ്ങിയവരും പങ്കെടുത്തു. സ്ത്രീകളെ പലപ്പോഴും കെട്ടുകാഴ്ചകളായി നിർത്താനാണ് കലാ സാംസ്കാരിക സംഘടനകൾ താല്പര്യം കാട്ടുന്നതെന്ന് പ്രിയ വർഗീസ് പരാതിപ്പെട്ടു. സ്ത്രീകൾ എന്തു വേഷം ധരിക്കണമെന്നുള്ളതുപോലും ചില മുൻധാരണകളോടെയാണ് സമൂഹം കാണുന്നതെന്ന് സെമിനാർ മോഡറേറ്റർ കൂടിയായ ബീന തമ്പി പറഞ്ഞു. സ്ത്രീ വിമോചനവാദികൾ നയം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടാണ് സൂര്യ കൃഷ്ണമൂർത്തി തുടക്കം കുറിച്ചത്. എന്തിൽ നിന്നാണ് വിമോചനം എന്ന് നിർവചിക്കാൻ അറിയില്ലാത്ത കുറെ ആൾക്കാരാണ്. സ്ത്രീയിൽ നിന്ന് തന്നെയാണോ വിമോചനം ആവശ്യപ്പെടുന്നത്? പുരുഷനിൽ നിന്നാണോ വിമോചനം ആവശ്യപ്പെടുന്നത്? അതോ സമൂഹത്തിൽ നിന്ന് തന്നെയാണോ വിമോചനം ആവശ്യപ്പെടുന്നത്? എന്നാൽ സ്ത്രീയെ ഒരു വ്യക്തിയായി കാണുവാൻ സമൂഹത്തിന് കഴിയണമെന്നായിരുന്നു കേരള സംഗീത നാടക അക്കാദമിയുടെ മുംബൈ കോർഡിനേറ്റർ കൂടിയായ പ്രിയ വർഗീസ് വാദിച്ചത്. സ്ത്രീകൾ നേടിയെടുക്കേണ്ടത് മനോബലമാണെന്ന് സൂര്യ കൃഷ്ണമൂർത്തി വ്യക്തമാക്കി. സ്ത്രീകളെ അബലകളാക്കി വളർത്തുന്നത് പുരുഷന്മാരല്ലെന്നും സ്ത്രീകളാണ് ഈ തെറ്റ് തിരുത്തേണ്ടതെന്നും സൂര്യ കൃഷ്ണമൂർത്തി പറഞ്ഞു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾ